നമസ്കാരം, മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ടിപ്പ് നമ്പർ 1, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കാത്ത വീടുകൾ ഉണ്ടാവത്തില്ല അല്ലേ? സാമ്പാറും ഇഡ്ഡലിയും ഏറ്റവും ആരോഗ്യകരമായ ഒരു പ്രാതൽ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്ക് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. പക്ഷേ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ആൾക്കാർക്ക് കഴിക്കാനായിട്ട് മടിയായിരിക്കും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ആദ്യത്തെ ടിപ്പിലൂടെ പറയുന്നത് കേട്ടോ. അപ്പം അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഈ അരിയും ഉഴുന്നും കുതിർത്തിരിക്കണം. ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ വേണം മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലി മാവ് ശരിയായിട്ട് പുളിക്കണമെങ്കിൽ അതിൻ്റെ കട്ടി കൃത്യമായിരിക്കണം. ഇഡ്ഡലിക്ക് താരതമ്യേന കട്ടിയുള്ള മാവാണ് കേട്ടോ വേണ്ടത്. ലൂസായിട്ടുള്ള മാവാണെങ്കിൽ ഇഡ്ഡലി കട്ടിയായി തീരാൻ വേണ്ടിയിട്ട് കാരണമാകും. അരിയും ഉഴുന്നും ഇതുപോലെ സെപ്പറേറ്റ് അരച്ചതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഡ്ഡലിക്ക് ഉഴുന്ന് എടുക്കുമ്പോൾ ഒത്തിരി പഴയ ഉഴുന്ന് എടുക്കാതിരിക്കുക. അതുപോലെ മഞ്ഞ നിറമില്ലാത്ത വെള്ള നിറത്തിലുള്ള ഉഴുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാണ് ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്ന്. പിന്നെ ഇഡ്ഡലി മാവിനായിട്ടുള്ള ഉപ്പ് അയോഡൈസ് ചെയ്തത് ആകാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം അയോഡൈസ് ചെയ്ത ഉപ്പിൽ മാവ് പുളിപ്പിക്കലിന് അത്ര നല്ലതല്ല. പിന്നെ ഇഡ്ഡലി പാകം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയാണെങ്കിൽ കുറഞ്ഞ താപനിലയിൽ പുളിക്കൽ പ്രക്രിയ വേഗത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി മാവ് ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ വെക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? മാവ് അരച്ചതിന് ശേഷം വിറകടുപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവയ്ക്കും. ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഡ്ഡലി മാവ് ശരിയായിട്ട് പുളിക്കണമെന്നുണ്ടല്ലോ അതിൻ്റെ കട്ടി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് അരച്ചതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ അരിയും ഉഴുന്നും കൂടുതൽ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് മാവ് എളുപ്പത്തിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2, ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ദോശമാവ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പിങ്ക് കളറുള്ള ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് മിച്ചം വന്ന ദോശമാവോ ഇഡ്ഡലി മാവോ ഉണ്ടെങ്കിൽ ചെയ്യാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സൂപ്പർ ഒരു റെസിപ്പിയാണിത് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 50 ഗ്രാമോളം പഞ്ചസാരയും 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പഞ്ചസാര ലായനി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ടേ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു സ്പൂണിൽ കോരി ഈ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, നമ്മുടെ ചായക്കടയിലെ ചില്ലുപറണിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന തേൻമിഠായി അല്ലേ? എല്ലാവർക്കും പ്രിയങ്കരമാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് മതിയായിരിക്കും കേട്ടോ. പണ്ടത്തെ നമ്മുടെ ആ ഒരു സ്കൂൾ ഓർമ്മകളൊക്കെ, ആ ഒരു നൊസ്റ്റാൾജിക് അനുഭവം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഇഡ്ഡലി മാവ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനിയിൽ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മുക്കി വെക്കാം കേട്ടോ. നല്ലപോലെ ആ പഞ്ചസാര ലായനി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ആകാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കുന്നത്. അതിനുശേഷം നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതുപോലെ സിമ്പിളായിട്ട് തേൻ മിഠായി നമുക്ക് വീട്ടിൽ തന്നെ മിച്ചം വരുന്ന ദോശമാവോ ഇഡ്ഡലി മാവോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. ഇപ്പോൾ ഇതൊക്കെ വളരെ ചുരുക്കമാണ് കടകളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൽ നിന്നും കുറച്ചൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക്. ഇത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ഇഡ്ഡലി മാവ് വെച്ചിട്ട് അല്ലെങ്കിൽ ദോശ മാവ് വെച്ചിട്ട്. ഇത് മുഖത്ത് തേക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മം, അതായത് മൃതകോശങ്ങളെയൊക്കെ നീക്കം ചെയ്ത് നമ്മുടെ മുഖത്തെ ആ ഒരു ചർമ്മത്തിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ ചർമ്മത്തെ മൃദുലമാക്കുന്നു. എന്നാൽ വരണ്ട ചർമ്മമുള്ളവർ ഇതൊന്നും ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്.
അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ കഴുത്തിലും കാലിലൊക്കെ ആണെങ്കിൽ മൃതകോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൂറ്റിയിലൊക്കെ ആ ഒരു സ്കിന്നൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ദോശമാവ് ഒന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കഴിക്കുകയാണെങ്കിൽ ആ മൃതകോശങ്ങളെല്ലാം നീങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ദോശയ്ക്ക് വെച്ചിരിക്കുന്ന മാവ് എടുക്കണമെന്നില്ല. നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 4, 4ാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തു. എന്നിട്ട് അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ബ്രെഡ് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പൗഡർ ആക്കിയിട്ട് എടുക്കണം. അപ്പം ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശ മാവ് അമിതമായിട്ട് പുളിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ബ്രെഡ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിലും ഈ രീതിക്ക് നിങ്ങൾക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ലൂസായിട്ടുണ്ട്, മാവ് കുറച്ച് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കിനും നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാകും നമ്മുടെ മാവ്. ഇനി അതും അല്ലെങ്കിൽ അല്പം പുളി കൂടി പോയിട്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ചേർത്താലും ആ ഒരു പുളി നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 5, വീണ്ടും ഞാനിവിടെ കുറച്ച് ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഇതേണ്ട കുറച്ച് ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്പൂണോളം ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നല്ല കിടിലൻ ഒരു ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്. ഹാർപ്പിക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇത് നോക്കിയേ, ഈ പാത്രം നോക്കിയേ, ഇതിൻ്റെ അടിഭാഗത്തൊക്കെ എന്തുമാത്രം അഴുക്കാന്ന് നോക്കി. ഇതൊക്കെ സാധാരണ രീതിക്ക് നമ്മൾ എത്ര ഉരച്ച് തേച്ച് കഴിക്കാലും കറക്റ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടത്തില്ല. ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും കൂടി കംപ്ലീറ്റ് ഇതങ്ങനെ മാറി കിട്ടത്തില്ല പെട്ടെന്നൊന്നും. അപ്പം ഇങ്ങനെയുള്ള പാത്രങ്ങൾ, അതായത് ഇപ്പോൾ കുക്കറിൻ്റെ ഒക്കെ അടിവശത്തൊക്കെ ആണെങ്കിലും കുക്കറിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആണെങ്കിലും ഉണ്ടാവില്ല ഇതുപോലത്തെ അഴുക്കുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളയാൻ ഈ ദോശമാവും ഈ ഒരു ഹാർപ്പിക്കും മതിയാകും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു പാത്രത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കുക്കറിലും ഞാൻ അതുപോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിരിക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് ഇതുണ്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച്, ഒരുപാട് ബലം കൊടുത്ത് ഉരയ്ക്കുക ഒന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മൾ സാധാ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാനിത് ചെയ്ത് നോക്കിയപ്പം ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ ഇത് വളരെയധികം അത്ഭുതപ്പെടുത്തി. അത്രയ്ക്കും നല്ല നീറ്റായിട്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ടിട്ട് ആ ഒരു കരിഞ്ഞു പിടിച്ചതും ആ ഒരു കറയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ആ എണ്ണയും അഴുക്കൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഹാർഡായിട്ടുള്ള കറയാണിത്. അതൊക്കെ നോക്കിയേ, അനായാസം തന്നെ അത് പോയിട്ടുണ്ട്. എനിക്ക് നല്ല പുതിയതുപോലെ ആയിട്ടില്ലേ എന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഈ കുക്കറും നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ പാത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന നിറം മങ്ങിപ്പോയ കറകളൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് ഈ രീതിക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ദോശമാവ് വെച്ചിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഹാർപ്പിക്ക് ചേർത്തില്ലെങ്കിൽ പോലും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ കറകളെല്ലാം പോയിട്ട് ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുകയും വേണേ.